ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹോളി ദിവസം വരും കേട്ടോ. അപ്പോൾ ഹോളി ദിവസം വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിയുമ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടിലാണ് ഹോളി ചടങ്ങുകളൊക്കെ നടത്തേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ മുത്തശ്ശി എല്ലാവരെയും കൂടിയിട്ട് നമ്മുടെ വീട്ടിൽ, അതായത് അശ്വിൻ്റെ വീട്ടിൽ ഹോളി നടത്താൻ വേണ്ടി തീരുമാനിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരെല്ലാവരും വരുന്നുണ്ട്. വരുമ്പോഴേക്കും നമ്മുടെ അമ്മായിയുടെ മുഖത്തും അമ്മയുടെ മുഖത്തും ഒക്കെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ കളർ തേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പ്രാവശ്യം ഹോളിയാണ്, ഹോളിയുടെ സമയത്ത് എനിക്കറിയാം നിങ്ങളുടെ വീട്ടിലാണ് ഹോളി നടത്തേണ്ടത്, പക്ഷേ എനിക്കൊരു ആഗ്രഹം ഈ പ്രാവശ്യം ഇവിടെ നടത്തണത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹോളിയുടെ ചടങ്ങിൻ്റെ പ്രധാനം എന്താണെന്ന് അറിയാലോ, ശത്രുതകൾക്ക് മറന്ന് എല്ലാവരും ഒന്നാവുന്ന ദിവസമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവരൊന്നും ശ്രുതിനെ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. ഇത് തേച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവരതിനൊന്നും സമ്മതിക്കുന്നില്ല. ആ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞത് മറന്നില്ലല്ലോ, ഹോളി ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിക്കേണ്ട ഒരു ദിവസമാണ്, ശത്രുതയും അതുപോലെ തന്നെ പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്നിക്കേണ്ട ദിവസം. ശ്രുതി നീ ധൈര്യമായിട്ട് തേച്ചോ എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് ചുവന്ന കളർ എടുത്തിട്ട് നമ്മുടെ അമ്മയുടെ മുഖത്ത് തേക്കുവാണ് ശ്രുതി. അമ്മ ഹാപ്പി ഹോളി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അമ്മ പെട്ടെന്ന് തന്നെ ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശ്രുതിയും പൊട്ടിക്കരയാണ്. ശേഷം നമ്മുടെ അമ്മയുടെ മുഖത്തേക്ക് തേക്കാൻ പോകുമ്പോൾ അമ്മായി പറഞ്ഞിട്ട് വേണ്ട തേക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ശ്രുതിയുടെ കയ്യിലേക്ക് കുറച്ച് മഞ്ഞ കളറുള്ള കളർ പൊടി കൊടുക്കുകയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ മഞ്ഞയല്ലേ, മഞ്ഞ തേച്ചാൽ മതി എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാവാണ്. അങ്ങനെ അമ്മേനെയൊക്കെ കെട്ടിപ്പിടിക്കണം, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിന് പ്രീതിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. വേറൊന്നല്ല, മുത്തശ്ശിയുടെ ഭർത്താവ്, അതായത് അശ്വിൻ്റെ മുത്തശ്ശൻ മരിച്ചത് ഈ ഒരു ഹോളി ദിവസമാണ്. അതുകൊണ്ട് ഹോളി ദിവസം വലിയ കാര്യമായിട്ട് മുത്തശ്ശി ഇങ്ങനെ ഹോളിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആഘോഷമൊന്നുമില്ല, കളറൊന്നും തേക്കില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ. അപ്പോൾ ഈ കാര്യം നമ്മുടെ ശ്രുതിയുടെ അടുത്ത് മോഹനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടിട്ടാണ് അമ്മ ഇങ്ങനെ ഹോളി ആഘോഷിക്കാത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിനെ കൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഹോളി ആഘോഷിപ്പിക്കണം എന്ന് വെച്ചിട്ട് ശ്രുതി വേഗം നമ്മുടെ മുത്തശ്ശൻ്റെ അതേ കോസ്റ്റ്യൂം ഡ്രസ്സൊക്കെ ഇടുവാട്ടോ. എന്നിട്ട് മുത്തശ്ശിനെ ഇങ്ങനെ വിളിക്കണ്ട്, ഹേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അതിനുശേഷം എന്താ ഹോളി ആഘോഷിക്കാൻ എൻ്റെ കൂടെ നീ കൂടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ പോലത്തെ സൗണ്ടൊക്കെ എടുത്തിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞിട്ട് നീ എന്തൊക്കെ വേഷം കെട്ടിയാലും ശ്രുതി ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാനിതൊന്നും ഹോളി ആഘോഷിക്കില്ലെന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതിക്ക് വിഷമാവും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ അശ്വിനെ സന്തോഷമാവുന്നുണ്ട്. കാരണം മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രുതി എന്തൊക്കെയാണ് കാണിക്കണത്. ശ്രുതിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടെ ശ്രുതിയുടെ ആ ഒരു വേഷവും അതുപോലെ മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ നോക്കണ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ട് നിൻ്റെ കോപ്രായത്തിലൊന്നും ഞാൻ വീഴത്തൊന്നും ഇല്ല എന്ന് പറയാണ്. ശ്രുതിയുടെ മുഖം മാറുമ്പോഴേക്കും കുറച്ച് പൊടി എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ മേത്തേക്ക് അറിയാണ്. ഹാപ്പി ഹോളി ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി സന്തോഷം കൊണ്ട് നമ്മുടെ മുത്തശ്ശീനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞിട്ട്, അയ്യോ ഹോളി ആയിട്ട് നിൻ്റെ മുഖത്ത് കളർ തേച്ചില്ലല്ലോ, അയ്യോ വേണ്ട മുത്തശ്ശി വേണ്ട എന്ന് ശ്രുതി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്യാം വരുന്നുണ്ട്. അത് ശരിയാണ്, മുഖത്ത് കളർ തേക്കാതെ എന്ത് ഹോളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം ആണെങ്കിൽ കുറച്ച് കുങ്കുമത്തിൻ്റെ കളറൊക്കെ എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് തേക്കാൻ വേണ്ടി വരുവാണ്. കാരണം അങ്ങനെയെങ്കിലും ശ്രുതിനൊന്ന് തൊടാലോ എന്ന് വെച്ചിട്ടാണ് ശ്യാം വരുന്നത്. ഇത് കാണുന്ന അശ്വിൻ്റെ ദേഷ്യം വരും കേട്ടോ. അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്യാം ശ്രുതിയുടെ അടുത്തേക്ക് തന്നെ വരുവാണ്. ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ അമ്മയ്ക്കും അമ്മായിക്കൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം അവർക്കും ദേഷ്യം വരും കേട്ടോ. ശ്രുതിയുടെ മുഖത്ത് ശ്യാം തേക്കോലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്യാം എത്തുന്ന മുമ്പ് തന്നെ അശ്വിൻ ദേഷ്യത്തിൽ അവിടെ കുറച്ച് പൊടി എടുത്തിട്ട് ഓടി വരുവാണ്. എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് തേക്കണ്ട്. അതേ അളിയാ, ശ്രുതി എൻ്റെ ഭാര്യയല്ലേ, ഇവളുടെ മുഖത്ത് ഈ പ്രാവശ്യം ഹോളി പൗഡർ തേക്കാനുള്ള അവകാശം എനിക്കുള്ളതാ എന്ന് പറഞ്ഞിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഹാപ്പി ഹോളി ശ്രുതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആവാണ്. അത് കാണുമ്പോഴേക്കും അമ്മക്കും അമ്മായിക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം അശ്വിൻ തന്നെയാണ് തേച്ചെന്ന് ആലോചിച്ചിട്ട്. ശേഷം നമ്മുടെ അഞ്ജലി ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, കുഞ്ഞിനൊരിക്കലും ഹോളി ഇതുവരെ ആഘോഷിച്ചിട്ടില്ല, ഈ പ്രാവശ്യം ആഘോഷിപ്പിക്കണം അവനെ കൊണ്ടെന്ന് പറയാണ്. ശരി അഞ്ജലി മാഡം എന്ന് പറയുമ്പോൾ, അതെ നീ എപ്പോഴും മേഡം എന്ന് വിളിക്കണത്, ഇനിയെങ്കിലും നീ എന്നെ ചേച്ചിന്ന് വിളിക്കാവോ, ഈ ഹോളി ദിവസം അതിന് തുടക്കമാവട്ടെ എന്ന് പറയാണ്. ശരി ഞാൻ ഇന്ന് മുതൽ ചേച്ചിന്ന് വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി നമ്മുടെ ശ്രുതിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അഞ്ജലി പറഞ്ഞിട്ട്, ഇനി കുഞ്ഞിൻ്റെ മുഖത്ത് പൗഡർ തേക്കെന്ന് പറയാണ്, എൻ്റെ മുഖത്തൊന്നും ആരും തേക്കണ്ടെന്ന് നമ്മുടെ അശ്വിൻ പറയുമ്പോഴേക്കും അത് പറ്റില്ല, ശ്രുതി കുറച്ച് ചുവന്ന പൗഡർ എടുത്തിട്ട് അവൻ്റെ മുഖത്ത് പൊത്താൻ വേണ്ടി പറയാണ്. അങ്ങനെ ശ്രുതി പേടിച്ച് കുറച്ച് ചുവന്ന പൗഡർ എടുത്തിട്ട് ഇങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തേക്കുവാട്ടോ. അശ്വിനൊന്നും പറയില്ല. അങ്ങനെ അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തേക്കുവാണ്. പിന്നീട് ശ്രുതി നോക്കുമ്പോഴാണ് അവിടെ കുറച്ച് ആൾക്കാർ ലസ്സിയും അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസും ഒക്കെ ഉണ്ടാക്കണത്. അത് കാണുന്ന ശ്രുതി ഓടിപ്പോവാണ്. ഹായ് ഇന്ന് ജ്യൂസും ലസ്സിയൊക്കെ ഉണ്ടാക്കാമല്ലോ, ചേട്ടന്മാരെ ഒന്ന് മാറി നിന്നേ, ഞാൻ ഉണ്ടാക്കാം. എന്ത് നീയോ? അതെ ഞാൻ ഉണ്ടാക്കിയാലേ സൂപ്പർ ആയിരിക്കും, ഇത് ഞാൻ ആരാന്നറിയാവോ, ഞാനാണ് ശ്രുതി അശ്വിൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ശേഷം ശ്രുതി അവിടെ നിന്ന് ലസ്സിയൊക്കെ ഉണ്ടാക്കുവാട്ടോ. ഈശ്വര ലസ്സിയുടെ മണം എന്ത് അടിപൊളിയാ, പക്ഷെ ഞാനിത് കുടിക്കില്ല, ഞാനിത് കുടിച്ചാൽ എൻ്റെ ബോധം പോകും, മയക്കം വരും, ഞാൻ എല്ലാം തുറന്നു പറയും, അതുകൊണ്ട് ഞാനിതൊരിക്കലും കുടിക്കില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇത് പുറത്തിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാം ഇത് കേൾക്കുവാണ്. ഇത് കൊള്ളാം, നല്ലൊരു അവസരം തന്നെ, ശ്രുതിനെ കൊണ്ട് എങ്ങനെയൊക്കെ ഈ ലസ്സി കുടിപ്പിക്കണം, അവളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, എല്ലാവരും എല്ലാം അറിയട്ടെ, ഇവരുടേത് ഒരു
എഗ്രിമെൻറ്റ് മാരേജ് ആണെന്ന് എല്ലാവരും അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാൻ ശേഷം അഞ്ജലി അടുത്ത് പറയണ്ട്, അഞ്ജലി അതില്ലേ ശ്രുതിനെ കൊണ്ട് കുറച്ച് ലസ്സി കുടിപ്പിച്ചാലോ, അത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ കൊണ്ട് ലസ്സി കുടിപ്പിക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ അത് കുടിച്ചത് നല്ല കിക്കാവാണ്, എല്ലാം തുറന്നു പറയാൻ വേണ്ടി തുടങ്ങും കേട്ടോ. എനിക്ക് മുത്തശ്ശിനെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയാമോ മുത്തശ്ശിനെ, നിങ്ങളെല്ലാവരും എന്നോട് പിണങ്ങിയില്ലേ, പിണങ്ങാൻ ശരിക്കും യഥാർത്ഥ കാരണം ആരാണെന്ന് അറിയാവോ, അഞ്ജലി ചേച്ചിയുടെ അനിയനാ എല്ലാത്തിനും കാരണം. എന്നോട് പറഞ്ഞു, ദേഷ്യപ്പെട്ടു, വിവാഹം കഴിച്ചേ ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അശ്വൻ വിളിക്കുകയാണ്. ഇല്ലില്ല എനിക്കിത് മുഴുവനാക്കണം, അഞ്ജലി ചേച്ചി എന്നിട്ടില്ലേ എന്നോട് പറയാ വിവാഹം കഴിച്ചേ പറ്റൂ, ശ്രുതി പ്ലീസ് നീ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളത് പറയണത് ശരിയല്ല കേട്ടോ എന്ന് പറയണം, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ മാറ്റി നിർത്തുവാണ്. അതിനുശേഷം പറയേണ്ടതേ നിനക്ക് ബോധമില്ലെന്ന് വെച്ചിട്ട് ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ നിൽക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് മാറുവാണ്. മാറിക്കഴിയുമ്പോഴേക്കും ശ്രുതി വേഗം പോയിട്ട് പ്രീതിയും അതുപോലെ തന്നെ ആകാശം ലസിയൊക്കെ കുടിച്ച് ആകെ കിറുങ്ങിയിരിക്കുക കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആകാശേട്ട എനിക്കൊരു കാര്യം പറയണമെന്ന് പറയാണ്. എന്താ ശ്രുതി പറഞ്ഞോ, അതില്ലേ ചേച്ചിയില്ലേ പ്രീതി ചേച്ചിക്ക് മുമ്പ് ഒരാൾ പ്രീതി ചേച്ചിയുടെ പുറകിൽ എപ്പോഴും നടക്കുമായിരുന്നു, പ്രീതി ചേച്ചിയില്ല അത് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമായിരുന്നു എന്നൊക്കെ പറയാണ്. എന്തൊക്കെയാണ് പ്രീതി ഞാൻ ഈ കേൾക്കണതെന്ന് ആകാശ് പറയുമ്പോൾ ശ്രുതി പക്ഷെ ചേച്ചി കല്യാണം കഴിച്ചില്ല കേട്ടോ, ചേച്ചിക്ക് ഇഷ്ടം കണ്ണട വെച്ച ആകാശേട്ടനെയാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ആകാശിന് സമാധാനമാവും. അതിനുശേഷം നമ്മുടെ മനോരമ അടുത്തേക്ക് പോവാണ്. മനോരമ ആൻറ്റിക്ക് ഒരു കാര്യം അറിയാവോ, എനിക്ക് ആൻറ്റിനെ കാണുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് ബ്ലഷ് ഇട്ട് ഹൈലൈറ്റർ ഇട്ട് കണ്ണൊക്കെ എഴുതി ആൻറ്റിനെ കാണുമ്പോൾ എനിക്ക് ആരെയോ ഓർമ്മ വരുന്നതെന്ന് അറിയാവോ, മഴവില്ല്, മാനത്തെ മഴവില്ല്, അതായത് മഴ പെയ്യാതിരിക്കുമ്പോൾ ഒരു മഴവില്ല് വരില്ലേ അതുപോലെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ തുറന്ന് പറയാട്ടോ. അങ്ങനെയാണ് ശ്രുതി അവസാനം അശ്വിനോട് ആ ഒരു കാര്യം തുറന്ന് പറയണത്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് നിങ്ങളെയാണ്, നിങ്ങൾ അടുത്ത് വരുമ്പോൾ എന്നെ നെഞ്ച് പടപടാന്ന് പിടയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതി ബോധമില്ലാതെ ആണെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ അശ്വിനെ സന്തോഷമാവാട്ടോ. അങ്ങനെ അശ്വിനും ശ്രുതിയും ഒന്നിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നത്. ഈ ആഴ്ച അവർ ഒന്നിക്കും കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഫുള്ളും ഇവരുടെ പ്രണയരംഗങ്ങൾ മാത്രമാണ്, ഇവർക്ക് വഴക്കും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. ശ്യാം ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെ സ്വന്തമാക്കാൻ വരുമെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ കുറുകെ ചാടി അശ്വിൻ അവിടെ എന്ന രീതിയിൽ ശ്രുതിനെ സ്വന്തമാക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഈ ലസ്സയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ശ്രുതിനെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മുടെ അശ്വിൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശേഷം ശ്രുതി കസേരയെ കിടക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്തെ ആ ഒരു കളർപ്പൊടിയൊക്കെ മായ്ച്ചു കൊടുത്ത് മുടിയൊക്കെ ശരിക്കും കെട്ടിക്കൊടുത്ത് അശ്വിൻ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കിടക്കും കേട്ടോ. കാരണം വേറൊന്നല്ല, ശ്രുതിക്ക് ബോധമില്ലാത്തതുകൊണ്ട് ശ്രുതി ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അശ്വിൻ. ബോധം വരുന്ന വരെ ശ്രുതിക്ക് ബോധം വരുന്ന വരെ അശ്വിൻ ശ്രുതിനെ നോക്കിക്കൊണ്ട് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഹോളി ദിവസം നമ്മുടെ അമ്മയും അമ്മായിയും എല്ലാവരും കൂടി ഒന്നാവുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ പ്രണയം തുറന്നു പറയും, അശ്വിനും പറയും കേട്ടോ, ശ്രുതിയും പറയും. അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്ന ദിവസമാണ് ഈ വരുന്ന വ്യാഴവും വെള്ളിയും നമ്മൾ കാണാൻ പോണത്. തിങ്കളും ചൊവ്വയും ബുധനാഴ്ചത്തെ ഓൾറെഡി ഞാൻ എപ്പിസോഡ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെ ആ ഒരു കാര്യം, അതായത് പ്രീതി എടുത്ത് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അശ്വിൻ ശ്രുതിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭാഗങ്ങളാണ് തിങ്കൾ ചൊവ്വ ബുധന് കാണാൻ പോകുന്നത്. വ്യാഴം വെള്ളിയാണ് ഈ ഹോളിയുടെ ഭാഗം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം, ബൈ.